നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ കുടുങ്ങി പ്രീതി. എന്റെ സംശയം ശരിയായി. ഇത്രയും പേർക്ക് മുന്നിൽ വെച്ച് ഉള്ള സത്യം പറയ. സ്ഥലവും സന്ദർഭവും എല്ലാം പെർഫെക്റ്റ് ഫിറ്റ്. വന്നത് വെറുതെ ആയില്ല. സംഭവിക്കുന്നത് എല്ലാം നല്ലതിന്. നിനക്കൊന്നും പറയാനില്ലേ? ഈശ്വര, പ്രീതി ഇതിന്ന് എങ്ങനെ രക്ഷിക്കും? പ്രീതി, നിന്നോടാ പറഞ്ഞത് സത്യം പറയാൻ. എന്റെ ദേവി, ആ കുഞ്ഞിന്റെ കാര്യം. പ്രീതി, നീ ഒന്നും പറയാതിരുന്ന ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അമ്മ, അത് അല്ലടി, നീ ഉള്ള സത്യം അമ്മോട് പറ. എടി, അബോഷനായപ്പോ കുഞ്ഞിന്റെ ആത്മശാന്തിക്ക് വേണ്ടിട്ടേ ശാരദാമ്മ ഉണ്ണിക്കണ്ണിന് പൂജ ചെയ്ത് നീ മറന്നുപോയോ? ആ ആത്മാവിനെ ഉണ്ണിക്കണ്ണന്റെ കാവലുണ്ടെന്നാണ് കണിമംഗലം തിരുമേനി പറഞ്ഞത്. നല്ല ആത്മാക്കള് ശ്രീരാമപാദത്തിലല്ലേ ലയിച്ചു വരുന്നേ? അല്ലേ തിരുമേനി? പറഞ്ഞുവല്ലോ, വ്യാഖ്യാനം എന്റെ ചുമതലയല്ല. ഇക്കാര്യം നിനക്കങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അമ്മയോട് സത്യം പറയണമെന്നുണ്ട്. പക്ഷെ സുസ്മിത അറിയുന്നത് കൊണ്ട് മാത്രം അമ്മ. എനിക്ക് മാപ്പ് തരണേ. ഇനി മുഖ്യ പൂജയിലേക്ക് കടക്കാം. നീ അവിടെ പോയിക്കോ. പുണ്യഗ്രന്ഥമായ രാമായണം എടുത്തോണ്ട് വരിക. ശാലിനി, ഞാൻ വെള്ളം കുടിച്ചിട്ടേ തൊണ്ടയ്ക്ക് എന്തോ ഒരു സംശയ. ആന്റി എല്ലാരും കൂടി കബളിപ്പിച്ചതാകാനാ സാധ്യത. ഈ കള്ളിയെ തെളിവ് സഹിതം പിടികൂടി വേണം ഭാമാന്റിക്ക് മുന്നിൽ നിർത്താൻ. എന്താ? ഇയാളോട് ഒരു നന്ദി പറയാനായിരുന്നു. പ്രീതിയുടെ കുഞ്ഞിന്റെ വിഷയം പെട്ടെന്ന് വഴിമാറ്റി വിട്ടില്ലേ? പിടി വീണുന്ന് തന്നെ കരുതിയതാ ഞാൻ. ഞാനും അങ്ങോട്ട് പേടിച്ചു. പിന്നെ പെട്ടെന്ന് തലേ തോന്നി അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും സംഗതി ഏറ്റു. അതിനൊരു നന്ദി പറയാനാ ഇയാളെ എന്റെ ഒപ്പം വിളിച്ച. ഓ, അപ്പൊ നന്ദി പ്രകടനമൊക്കെ ഇത്ര ഉള്ളോ? ഞാൻ വെറുതെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അതെ, രാമായണ പൂജ നടക്കുക. സത്യമേ വിളിക്കണോ ഞാൻ? എന്റെ പൊന്നോ, വേണ്ട. അപ്പോ ഞാൻ രാമായണം എടുത്ത് കൊടുക്കട്ടെ? എടുത്തോട്. വേഗം വാ. നിനക്കെന്ത് പറ്റി? ഒരു ഊർജ്ജമില്ലാത്തതുപോലെ. എല്ലാം പോയില്ലേ? ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. ഞാൻ നല്ല സന്തോഷത്തിൽ തന്നെയാ. രാമായണ പൂജയെ പങ്കെടുത്തല്ലേ? ഇനി അങ്ങോട്ട് സന്തോഷം മാത്രമായിരിക്കും നിന്റെ ജീവിതത്തിൽ. ശ്രീരാമചന്ദ്രനെ പോലെ ഒരു ഭർത്താവിനെയല്ലേ മോൾക്ക് കിട്ടാൻ പോകുന്നത്? ശ്രീരാമനല്ല, രാവണൻ. എന്താ മോളെ ആലോചിക്കുന്നേ? ഒന്നുമില്ല.
ആന്റി കയറ്. വാ. ഉം. അമ്മ വെറുതെ നോക്കി നിന്നതല്ലാതെ ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലോ. കൈ കൂപ്പിയത് പോലുമില്ല. നിന്റെ നിർബന്ധം കാരണാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വരാതെ പിന്നെ? കുറച്ചു ദിവസമായി നമ്മുടെ വീട് മരണ വീട് പോലെയാ. പ്രത്യാഘാതങ്ങൾ താങ്ങാനുള്ള കരുത്തില്ലെങ്കിൽ ഇതിനൊന്നും പോകാൻ പാടില്ലായിരുന്നമ്മേ. ഞാൻ അത് പെട്ടുപോയി. പെട്ടുപോയെന്ന് പെടാൻ തുടങ്ങിയപ്പോഴേ അമ്മയ്ക്ക് മുന്നറിയിപ്പ് തന്നതല്ലേ ഞാൻ. നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് ഇപ്പൊ ഞാൻ മാത്രമായോ കുറ്റക്കാരി? കൂട്ടു നിന്നത് ശരി തന്നെയാ. പക്ഷെ ഒരു പരിധി വിടുന്നു എന്ന് തോന്നിയപ്പോഴല്ലേ ഞാൻ മുന്നറിയിപ്പ് തന്നത്. ഹേമലതയെ പോലെ ഒരാൾ രംഗത്ത് വന്നപ്പോ തന്നെ നമ്മൾ അപകടം മനസ്സിലാക്കി പിന്മാറേണ്ടതായിരുന്നു. എങ്ങനെ പിന്മാറണമെന്നാടി? നീ കണ്ടതല്ലേ എല്ലാം മുന്നിൽ നിന്നിട്ട്. തെക്കുംകൂർ കോവിലകവുമായി ഞാനൊരു ബന്ധം ആലോചിച്ചതും ഉറപ്പിച്ചു എന്നുള്ളത് ശരിയാ. അതൊക്കെ സാധാരണ എവിടെ സംഭവിക്കുന്നതല്ലേ. അന്ന് ഹേമലത എന്നൊരാൾ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. കുറ്റപ്പെടുത്താനാണെങ്കിൽ നമുക്കിങ്ങനെ പരസ്പരം പഴി പറഞ്ഞുകൊണ്ടിരിക്കാം. പ്രീതിയെ ഒഴിവാക്കി വിടണമെന്നും അർജുന് രണ്ടാം വിവാഹം വേണോന്നുള്ളത് നിന്റെ കൂടി വാശിയല്ലായിരുന്നോ? അക്കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. സത്യഭാമയോടുള്ള അഭിപ്രായ വ്യത്യാസവും വൈരാഗ്യമൊക്കെ അമ്മ മറക്കാൻ തയ്യാറായാലും അവരുടെ മകളോട് ഞാൻ ക്ഷമിക്കില്ല. പക്ഷെ അവളിപ്പോ ജയിച്ചു നിൽക്കുക. നമ്മൾ ഭയന്നതുപോലെ അർജുനേട്ടനെ അവള് നമ്മൾ ഇന്ന് അടർത്തിയെടുത്തു. സത്യഭാമയായിട്ടും അവള് സന്ധ്യയായിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇനി സുസ്മിതയുടെ കല്യാണം കൂടി കഴിഞ്ഞാൽ പ്രീതിക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി. പ്രീതി അർജുനേട്ടനും സത്യഭാമയുടെ പക്ഷത്ത്. അവര് ജയിച്ചു. നീ എന്താ പറഞ്ഞു വരുന്നേ? നമുക്കൊരടി കിട്ടിയെന്നുള്ളത് ശരിയാ. പക്ഷേ അതുകൊണ്ട് നമ്മൾ വീണ് പോരുത്. ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പൊരുതിയില്ലെന്നുണ്ടെങ്കിൽ സത്യഭാമയും മകളും എല്ലാം കൂടി അമ്മയിട്ട് ചവിട്ടിത്തേക്കും. എന്താ വേണ്ടെന്ന് വെച്ചാ നീ പറ, ഞാൻ അതുപോലെ ചെയ്യാം. കിട്ടിയ അടി തിരിച്ചു കൊടുക്കണം അമ്മേ. അതിന് ഹേമലതയൊന്നും കൂട്ടുപിടിക്കണ്ട. തനിച്ചായിരുന്നപ്പോ അമ്മയ്ക്ക് ഇതിനേക്കാൾ ബലവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അർജുനേട്ടന്റെ വിവാഹത്തെക്കാൾ നമുക്കിപ്പോ പ്രധാനം പ്രീതിയുടെ ജീവിതം തകരുകയാ. എങ്കിലേ ഏത് കാലത്തും അർജുനേട്ടനെ തിരിച്ചു പിടിക്കാൻ ഒക്കൂ. മനസ്സിലായില്ല. സുസ്മിതയുടെ വിവാഹം ഇപ്പൊ നടക്കാൻ പാടില്ല. സുസ്മിത സത്യഭാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മുടെ പകുതി ബലം ചോരും. അത് തടയാൻ എന്താ വേണ്ടെന്ന് വെച്ചാ അത് ചെയ്യും. തലക്കടി കിട്ടിയ പാമ്പായിട്ടല്ല, പഴയ പുത്തേഴത്ത് വസുമതിയായിട്ട് തെളിഞ്ഞ ബുദ്ധിയോടെ ആലോചിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.